അവയവക്കടത്തുകാരൻ തൃശൂർ സാബിത് നാസറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കേരളത്തിൽ നിന്ന് ഇറാനിലും അഫ്ഗാനിസ്ഥാനും ആൾക്കാരെ കൊണ്ടുപോയി അവിടെ വെച്ച് വൃക്കദാനം നടത്തി 10 ദിവസം അവരെ ആശുപത്രിയിലും അവിടുത്തെ ലോഡ്ജിലും ഒക്കെ കിടത്തി അവരെ മടക്കിക്കൊണ്ടിരുന്ന തന്ത്രമാണിത്. 6 ലക്ഷം രൂപ സാബിത് നാസറിന് ഒരവയവം മാറ്റിവെച്ചാൽ കമ്മീഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. 30-40 ലക്ഷത്തോളം രൂപ ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലും വൃക്കദാനം ചെയ്താൽ ലഭിക്കുമെന്ന് പറയുന്നു. കേരളത്തിലെ ഈ വൃക്കദാനം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അന്ന് വളരെ രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്നു, നിയമപരമായും വൃക്കദാനം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പം ഇന്ത്യയിലെ ഹൈദരാബാദ്, ബാംഗ്ലൂർ, അതുപോലെ തന്നെ ബോംബെയിൽ നിന്ന് വരെ ഇവിടുന്ന് ആൾക്കാർ ഫ്ലൈറ്റിൽ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച് വൃക്കദാനം നടത്തി പണവും ആയി മടങ്ങി വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ സാബിത് നാസർ കുറെ വർഷങ്ങളായി ഈ ഫീൽഡിൽ നിൽക്കുന്നു. അയാൾ ആദ്യം വൃക്കദാനം ചെയ്ത് ഇറാനിൽ പോയി ദാനം ചെയ്തു. പിന്നീട് അയാൾ ഇതിനൊരു ഏജന്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അയാൾക്ക് വലിയ സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരനായ അയാൾ ക്രിപ്റ്റോ കറൻസിയിലാണ് പണം ഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. അയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും അങ്ങനെയുള്ള ചില വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു ഇന്റർനാഷണൽ കടത്ത് തന്നെ. അവയവം കടത്തുന്നത് ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള ഒരു ഓർഗനൈസേഷൻ ഇതിൻ്റെ പിന്നിലുണ്ട്. അവരാണ് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ യഥേഷ്ടം കൊണ്ടുപോകുന്നതും അതിൻ്റെ ഇവിടെ ഏജന്റുമാരെ നിശ്ചയിച്ചിട്ടുള്ളത്. ഹൈദരാബാദിലെ ഒരു ഡോക്ടർ ഇതിൻ്റെ ഒരു സൂത്രധാരനാണ്. കേരള പോലീസ് അന്വേഷിച്ചപ്പം അങ്ങനെ ഒളിവിൽ പോയിട്ടുണ്ട്. അതുപോലെ 2006 തൃശ്ശൂര് ഭാഗത്ത് ഒരാള് ഇതുപോലെ വൃക്കകൾ ആൾക്കാരിൽ നിന്ന് സംഘടിപ്പിച്ച് പണം കൊടുത്ത ഒരു കിഡ്നി എന്ന് വിളിക്കുന്ന ആളുണ്ട്. അയാളെ 2006 പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഇപ്പോഴും സജീവമായിരിക്കാനാണ് സാധ്യത. അയാൾ ഈ രംഗം വിട്ടിട്ടില്ല. ഇവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ഇറാനിലും കൊണ്ടുപോയ, അടുത്ത കാലത്ത് പോയ ഒരാൾ അവിടെ വെച്ച് മരിച്ചുപോയി. അതുപോലെ തന്നെ 10-30ഓളം പേരെ അവര് നെടുമ്പാശ്ശേരി വഴി തൃശ്ശൂർ മുല്ലശ്ശേരി ഗ്രാമത്തിലുള്ളവരെ കൊണ്ടുപോയിട്ടുണ്ട്. അതേപ്പറ്റി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരു റാക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ആരൊക്കെയാണ് ഇവിടെ വിക്കർ ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നും നടത്തുന്നില്ല. എല്ലാവരും വിദേശയാത്ര ചെയ്യുന്നു. പലരും അവിടെ പോയി പല രാജ്യങ്ങളിലും ആവശ്യക്കാർ ഉണ്ട്. അവിടെയും ആളെ അല്ലെങ്കിൽ വൃക്ക അതുപോലെ ദാനം ചെയ്യാനുള്ള ലിവറോ ദാനം ചെയ്യാനുള്ള ആള് ലഭ്യമല്ല. പണമുണ്ട് അവരുടെ കയ്യിൽ. അതിൽ പോപ്പുലേഷൻ കൂടുതലുള്ള ഇന്ത്യ പോലുള്ള രാജ്യത്തുനിന്ന് ധാരാളം പേര് വിദേശങ്ങളിൽ പോകാൻ താല്പര്യമുള്ളവരാണ്. എല്ലാവരും അവിടെ പോയി 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച താമസിക്കാം. അതോടൊപ്പം തന്നെ വൃക്കദാനം ചെയ്യാം, കുറെ പണമായിട്ട് മടങ്ങി വരികയും ചെയ്യാം. ഇവിടെ തൃശ്ശൂര് അവിടെ ഒരു കോളനി താമസിക്കുന്ന ഒരു ലേഡി ഏകദേശം 12 ലക്ഷം രൂപ വൃക്ക വിറ്റ് കിട്ടി. അതിനുശേഷം അവർ ആ കോളനി ഉപേക്ഷിച്ച് പോയതായിട്ടാണ് പറയുന്നത്. അതുപോലെ മുല്ലശ്ശേരിയിലെ പാവറട്ടിയിലെ ഒരു സ്ത്രീ വൃക്കദാനം ചെയ്ത് അവരെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവര് വൃക്കദാനം ചെയ്തത് അവരെ ഒരു ബന്ധുവിന്റെ കുട്ടിക്കാണ് എന്ന് പറയുന്നു. അവൻ അവശ നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് തോന്നിയപ്പം ഇവരും ഭർത്താവും കാണാൻ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടെ 1-2 പേര് ആ കുട്ടിക്ക് വൃക്ക കൊടുക്കാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അതിലൊരാളുടെ വൃക്കയിലെ കല്ലുകളുണ്ട്, അതുകൊണ്ട് അയാളെ തള്ളി കോടതി. വേറൊരാള് പ്രമേഹ രോഗിയായിരുന്നു, അതും പറ്റില്ല എന്ന് പറഞ്ഞു, അവരെ മാറ്റി നിർത്തി. കുട്ടി വളരെ കണ്ടീഷൻ മോശമായി കിടക്കുന്ന സന്ദർഭത്തിലാണ് ബന്ധുവായ ഇവർ കാണാൻ ചെന്ന് എന്ന് പറയുന്നു. അവരുടെ ഭർത്താവ് ഈ അവസ്ഥ കണ്ടിട്ട് ഒരു വൃക്ക കൊടുക്കാൻ തയ്യാറായി. പക്ഷെ അയാളെ പരിശോധിച്ചപ്പോൾ അയാൾ അണ്ടർ വെയിറ്റ് ആണ്, ഭാരമില്ല അയാൾക്ക്. വൃക്ക കൊടുത്താൽ അയാൾക്ക് വലിയ ദൂഷ്യം ഉണ്ടാവും, അതും ഒഴിവാക്കി. അതുകൊണ്ടാണ് അയാളുടെ ഭാര്യയായ ഇവർ പരിശോധിച്ചപ്പം എല്ലാത്തിനും ഇവർ ഫിറ്റാണ്,
ഫിസിക്കലായിട്ട് ഫിറ്റ്നസ് ഉണ്ട്, മറ്റ് പ്രശ്നമൊന്നുമില്ല. അവർ വൃക്ക ദാനം ചെയ്തു. അത് ബന്ധുവാണ്, ബന്ധുവിൻ്റെ കുട്ടിക്കാണ്, 10 വയസ്സുകാരനാണ് എന്നിവർ പറയുന്നുണ്ട്. അതേസമയത്ത് ഇവര് വൃക്കദാനം ചെയ്തപ്പോൾ ഇവര് സാമ്പത്തികമായി വളരെയധികം ഞെരുങ്ങി കഴിയുകയായിരുന്നു. അവർക്ക് 10 ലക്ഷം രൂപയുടെ ഒരു ബാധ്യത ലോണും ആയിട്ട് വീടിനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വൃക്ക സ്വീകരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ ക്രമേണ കുറേശ്ശെ പൈസ കൊടുത്തിട്ട് അവരുടെ ആ കടപ്പാട് മാറ്റാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ അവരുടെ കടം വീട്ടിയതായിട്ടാണ് അവർ പറയുന്നത്. അതുകൊണ്ട് കടത്തിൽ നിന്നൊക്കെ അവർക്ക് മോചനമായി, അവരുടെ ടെൻഷൻ കുറഞ്ഞു എന്ന് അവർ പറയുന്നുണ്ട്. ഏതായാലും നെടുമ്പാശ്ശേരി വഴിയാണ് ഭൂരിപക്ഷം ആൾക്കാരെ കടത്തിയത്. അയാളെ സഹായിക്കാനായിട്ട് മൂവാറ്റുപുഴയിലുള്ള ഒരാൾ, വേണ്ട ഇടപാടുകളെല്ലാം എയർപോർട്ടിൽ ചെയ്തു കൊടുക്കുന്ന ഒരാളും ഉണ്ട്. അയാളെ പോലീസ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും പാലക്കാട്, ഹൈദരാബാദ്, ബാംഗ്ലൂര്, ബോംബെ എന്നിവിടങ്ങളിലൊക്കെ ഇവർക്ക് ഏജന്റുമാരുണ്ട്. പാലക്കാട് ഒരാൾ ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഇക്കാര്യത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും പറയുന്നു. ഏതായാലും ഇന്റർനാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ഇല്ലീഗലായിട്ട് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ ഒരു ഓർഗനൈസേഷന്റെ ഒരു വിങ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ധാരാളം പേര് പണം ഇല്ലാതെ ബുദ്ധിമുട്ടുമ്പം അവർ വിദേശയാത്രയ്ക്ക് അവരെ തരപ്പെടുത്തുന്നു. അവിടെ പോയി കറങ്ങി, സാമ്പത്തികം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ കറങ്ങി 1-2 ആഴ്ചയൊക്കെ നടന്ന് അവർക്ക് എൻജോയ് ചെയ്ത് ശേഷം വൃക്കദാനം ചെയ്ത് പണവുമായിട്ട് വരുന്നുണ്ട്. അതുപോലെ 30 ലക്ഷം മുതൽ 60 ലക്ഷം രൂപ വരെ ഇറാനിലും മറ്റു സ്ഥലത്തുനിന്ന് ലഭിക്കുന്നുണ്ടെന്നൊരു വാർത്തയും വെളിയിൽ വരുന്നുണ്ട്. ഏതായാലും ഇതേ പറ്റി കേരള പോലീസ് വ്യാപകമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇതിനകത്ത് വിത്ത് കൺസെന്റോട് കൂടി നിയമപരമായി വൃക്ക കൊടുത്താൽ അതിൻ്റെ ഒരു ഒഫൻസ് ഇല്ലാതെ വരുന്നുണ്ട്. ഏതായാലും പാവങ്ങള് ഇതുപോലെ കൊടുത്ത് പണവുമായിട്ട് മുങ്ങിയവരെ പലരെയും കണ്ടെത്താൻ കഴിയുന്നില്ല. പോലീസ് അങ്ങനെ ഒരു വിക്ടീമിനെ ഇതുവരെ കണ്ടെത്തിയില്ല. അവർ വോളണ്ടറി ചെയ്ത് കൊടുത്തവരാണ്. വിദേശത്ത് പോയ പലരെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അടുത്ത കാലത്ത് പോയ ഒരു 6 മാസം മുമ്പ് വൃക്കദാനം ചെയ്യാൻ പോയ ഒരാള് ഇറാനിൽ മരിച്ചു എന്നാണ് അറിയുന്നത്. അവിടെ ഇപ്പോഴും അവിടെ പോയവരിൽ 10-20 പേരോളം മടങ്ങി വന്നിട്ടില്ല. അവരവിടെ എന്തെങ്കിലും ജോലിക്കോ ആ വഴി വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തോ പോയിരിക്കാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും വളരെയധികം ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പലരും മടങ്ങി വന്നിട്ടില്ല. പലർക്ക് എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കിയവർ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ അവരെ പറ്റിച്ച് ഇടനിലക്കാർ ധാരാളം പണം ഉണ്ടാക്കി എന്ന് പറയുന്നു. അങ്ങനെ ഒരാളെയാണ് ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, സാബത്ത് നാസർ.